നമസ്കാരം. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം തലക്കെട്ടുകൾ. പോട്ട ആശ്രമം ജംഗ്ഷനിൽ ആളില്ലാത്ത വീട്ടിൽ മോഷണം, പണവും ഗോൾഡ് കവറിംഗ് ആഭരണങ്ങളും നഷ്ടപ്പെട്ടു. പോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷനിൽ റിട്ടയർഡ് സർക്കാർ ജീവനക്കാരനായ പുല്ലൻ വിൽസന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. അഴീക്കോട് മുനമ്പം ഫെറിയിലെ ബോട്ട് സർവീസ് തടസ്സപ്പെട്ടു. ഇന്ന് രാവിലെ ആദ്യ ട്രിപ്പ് നടത്തിയ ശേഷമാണ് ബോട്ട് സർവീസ് നിർത്തിവെച്ചത്. കരാറുകാർ തമ്മിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്നാണ് ബോട്ട് സർവീസ് സ്തംഭിച്ചത്. അരക്കിലോ കഞ്ചാവ് മിഠായിയുമായി ഉത്തർപ്രദേശ് സ്വദേശി പോലീസ് പിടിയിൽ. ഉത്തർപ്രദേശിലെ അജാർഘട്ട് ജില്ലക്കാരനായ രാജു സോൻഗറിനെയാണ് പിടികൂടിയത്. 79 കഞ്ചാവ് സത്തടങ്ങിയ മിഠായി ഇയാളിൽ നിന്ന് പിടികൂടി. വാർത്തകൾ വിശദമായി. പോട്ട ആശ്രമം ജംഗ്ഷനിൽ ആളില്ലാത്ത വീട്ടിൽ മോഷണം, പണവും ഗോൾഡ് കവറിംഗ് ആഭരണങ്ങളും നഷ്ടപ്പെട്ടു. പോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷനിൽ ദേശീയപാതയോട് ചേർന്നുള്ള റിട്ടയർഡ് സർക്കാർ ജീവനക്കാരനായ പുല്ലൻ വിൽസന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ഇന്നലെ രാത്രിയാണ് മോഷണം നടന്നതെന്നാണ് നിഗമനം. വിൽസനും കുടുംബവും വീട്ടിലുണ്ടായിരുന്നില്ല. വീടിന് പുറത്തിരുന്ന തൂമ്പയും വലിയ കല്ലും ഉപയോഗിച്ചാണ് മോഷ്ടാക്കൾ അകത്തുകടന്നത്. തിങ്കളാഴ്ച വൈകിട്ട് വിൽസനും കുടുംബവും നെടുമ്പാശ്ശേരിയിലുള്ള മകളുടെ വീട്ടിലേക്ക് പോയിരുന്നു. വ്യാഴാഴ്ച രാവിലെ വീട്ടിൽ ജാതിക്ക പറിക്കാനെത്തിയവരാണ് മോഷണം നടന്നതായി കണ്ടത്. തുടർന്ന് വീട്ടുകാരെ വിവരമറിയിച്ചു. ഇവർ നടത്തിയ പരിശോധനയിൽ 3000 രൂപയും ഗോൾഡ് കവറിംഗ് ആഭരണങ്ങളും നഷ്ടപ്പെട്ടതായി കണ്ടെത്തി. വീടിനുള്ളിലെ 7 വാതിലുകളും 5ഓളം അലമാരകളും തകർത്ത നിലയിലും സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിലുമാണ്. വീട്ടിൽ നിന്നും മറ്റൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ഏകദേശം 60,000 രൂപ വിലയുള്ള ജാതിക്കായും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും എടുക്കാത്തതിനാൽ പണവും സ്വർണവും മാത്രം അപഹരിക്കുന്ന പ്രൊഫഷണൽ സംഘമാകും ഇതിന്റെ പിന്നിലെന്നാണ് കരുതുന്നത്. കുറച്ചു ദിവസമായി ചാലക്കുടിയിലും സമീപ പ്രദേശങ്ങളിലും മോഷണം പെരുകുകയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച ചിറങ്ങര ഗാന്ധിനഗറിലുള്ള വീട്ടിൽ നിന്നും 35 പവനും 8,000 രൂപയും മോഷണം പോയിരുന്നു. ഇതുവരെ പോലീസിന് ഇതിനെക്കുറിച്ച് യാതൊരു തുമ്പും കിട്ടിയിട്ടില്ല. ദേശീയപാതയോടും റെയിൽവേ പാതയോടും ചേർന്നുള്ള വീടുകളിലാണ് നിലവിൽ മോഷണം നടന്നിരിക്കുന്നത്. ചിറങ്ങരയിൽ മോഷണം നടത്തിയ അതേ സംഘം തന്നെയാണോ ഇതിനു പിന്നിലെന്നും സംശയമുണ്ട്. മീഡിയ ടൈം, ചാലക്കുടി. കരാറുകാർ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് അഴീക്കോട് മുനമ്പം ഫെറിയിലെ ബോട്ട് സർവീസ് തടസ്സപ്പെട്ടു. ഇന്ന് രാവിലെ ആദ്യ ട്രിപ്പ് നടത്തിയ ശേഷമാണ് ബോട്ട് സർവീസ് നിർത്തിവെച്ചത്. ബോട്ട് സർവീസ് കരാറുകാർ തമ്മിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്നാണ് ബോട്ട് സർവീസ് സ്തംഭിച്ചത്. അഴീക്കോട് മുനമ്പം പാലം നിർമ്മാണം ആരംഭിച്ചതിനെ തുടർന്ന് തൃശൂർ ജില്ലാ പഞ്ചായത്ത് ജങ്കാർ സർവീസ് അവസാനിപ്പിച്ച സാഹചര്യത്തിലാണ് കടത്ത് ബോട്ട് ആരംഭിച്ചത്. സ്കൂൾ കുട്ടികളെ ലക്ഷ്യമിട്ട് വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന 1/2 കിലോ കഞ്ചാവ് മിഠായുമായി ഉത്തർപ്രദേശ് സ്വദേശി പോലീസ് പിടിയിൽ. കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡും ഒല്ലൂർ പോലീസും ചേർന്ന് ഉത്തർപ്രദേശിലെ അജാർഘട്ട് ജില്ലക്കാരനായ 43 വയസ്സുള്ള രാജു സോൻഗറിനെയാണ് പിടികൂടിയത്. 79 കഞ്ചാവ് സത്തടങ്ങിയ മിഠായി ഇയാളിൽ നിന്ന് പിടികൂടി. ഇയാൾ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറും പോലീസ് പിടിച്ചെടുത്തു. ഒല്ലൂർ SHO അജീഷിന്റെ നിർദ്ദേശപ്രകാരം SI KC ബൈജു, CPO വിനീത്, ലഹരി വിരുദ്ധ സ്ക്വാഡ് അംഗങ്ങളായ അഭീഷ് ആന്റണി, അനിൽകുമാർ, വിപിൻ ദാസ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് കൊമ്പത്തുകടവ് ഡിവിഷൻ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി നസിയ മർസൂഖ് പത്രിക സമർപ്പിച്ചു. അസിസ്റ്റന്റ് വരണാധികാരിയായ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഹസീബ് അലിക്കാണ് പത്രിക നൽകിയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടുങ്ങല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് ES സാബു, DCC മെമ്പർ PU സുരേഷ് കുമാർ, കോൺഗ്രസ് പുത്തഞ്ചിറ മണ്ഡലം പ്രസിഡന്റ് VN നദീർ, മുസ്ലിം ലീഗ് കൊടുങ്ങല്ലൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി PI നിസാർ, INC ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് TS ഷാജി, ആന്റണി പയ്യപ്പിള്ളി, മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ഷൈല പ്രകാശൻ, വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ശശികുമാർ ഇടപ്പുഴ, അഡ്വക്കേറ്റ് അരുൺ രാജ്, സുഹറ കരീം, സൈന റഫീഖ്, PC ബാബു, രാജേഷ് ആറേലി, പ്രജീഷ് കളരിക്കൽ, റഫീഖ് കളത്തിൽ, KA ജോസ്, OB ജബ്ബാർ, റിഫായ അക്തർ എന്നിവർ പങ്കെടുത്തു. ജൂലൈ 30-നാണ് ഇലക്ഷൻ. ദേശീയപാത 66 ശ്രീനാരായണപുരം 5-ാം പരുത്തിയിൽ ചരക്ക് ലോറി മറിഞ്ഞ് അപകടം. ആർക്കും പരിക്കില്ല. ഇന്നലെ രാത്രിയിലാണ് അപകടം നടന്നത്. കർണാടകയിൽ നിന്ന് എറണാകുളത്തേക്ക് പഞ്ചസാരയുമായി പോയിരുന്ന ലോറിയാണ് മറിഞ്ഞത്. ദേശീയപാതയിൽ പണി നടക്കുന്നതിനാൽ സർവീസ് റോഡിലൂടെ തിരിച്ചുവിട്ട വാഹനം എതിരെ വന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ മറിയുകയായിരുന്നു. സ്വകാര്യ വ്യക്തിയുടെ വീട്ടുമതിലിലേക്കാണ് ലോറി മറിഞ്ഞത്. ഷീറ്റ് കൊണ്ടുണ്ടാക്കിയ മതിലും തകർന്നിട്ടുണ്ട്. നാഷണൽ NGO കോൺഫെഡറേഷനും കിഡ്സും സംയുക്തമായി തയ്യൽ മെഷീൻ വിതരണം ചെയ്തു.
കോട്ടപ്പുറം കിഡ്സ് ക്യാമ്പസിൽ വെച്ച് നടന്ന തയ്യൽ മെഷീൻ വിതരണോദ്ഘാടനം ബെന്നി ബെഹനാൻ MP നിർവഹിച്ചു. കോട്ടപ്പുറം രൂപതാ വികാരി റോക്കി റോബിൻ കളത്തിൽ അധ്യക്ഷത വഹിച്ചു. കിഡ്സ് ഡയറക്ടർ റവറന്റ് ഫാദർ പോൾ തോമസ് കളത്തിൽ, മുഹമ്മദ് സഫീർ, കൊടുങ്ങല്ലൂർ നഗരസഭ വാർഡ് കൗൺസിലർ VM ജോണി, കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ എബ്നേസർ ആന്റണി കാട്ടിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. 50% വരെ സാമ്പത്തിക സഹായത്തോടെ 124 തയ്യൽ മെഷീനുകളാണ് വിതരണം ചെയ്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. പോട്ട ആശ്രമം ജംഗ്ഷനിൽ ആളില്ലാത്ത വീട്ടിൽ മോഷണം, പണവും ഗോൾഡ് കവറിംഗ് ആഭരണങ്ങളും നഷ്ടപ്പെട്ടു. പോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷനിൽ റിട്ടയർഡ് സർക്കാർ ജീവനക്കാരനായ പുല്ലൻ വിൽസന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. അഴീക്കോട് മുനമ്പം ഫെറിയിലെ ബോട്ട് സർവീസ് തടസ്സപ്പെട്ടു. ഇന്ന് രാവിലെ ആദ്യ ട്രിപ്പ് നടത്തിയ ശേഷമാണ് ബോട്ട് സർവീസ് നിർത്തിവെച്ചത്. കരാറുകാർ തമ്മിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്നാണ് ബോട്ട് സർവീസ് സ്തംഭിച്ചത്. 1/2 കിലോ കഞ്ചാവ് മിഠായിയുമായി ഉത്തർപ്രദേശ് സ്വദേശി പോലീസ് പിടിയിൽ. ഉത്തർപ്രദേശിലെ അജാർഘട്ട് ജില്ലക്കാരനായ രാജു സോൻഗറിനെയാണ് പിടികൂടിയത്. 79 കഞ്ചാവ് സത്തടങ്ങിയ മിഠായി ഇയാളിൽ നിന്ന് പിടികൂടി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.